നമസ്കാരം. നടുക്കടലിലെ നാറ്റക്കേസിനെ കെട്ടിയെടുക്കുകയാണ് അമേരിക്കൻ യുദ്ധക്കപ്പലായിട്ടുള്ള USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലിനെ. കഴിഞ്ഞ കുറച്ചു നാളായി ഇത് നടുക്കടലിൽ ഒരു നാറ്റക്കേസായി തുടരുകയാണ്. സൈനികർ തന്നെയാണ് ഇക്കാര്യങ്ങളൊക്കെ പുറത്തറിയിച്ചത്. സൈനികരുടെ ബന്ധുക്കളും ഇക്കാര്യം അറിയിക്കുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തിയിട്ടുണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നേരത്തെ ഈ കപ്പലുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ശുദ്ധജലവും ഭക്ഷണവും ഒന്നും വേണ്ടത്ര ലഭിക്കുന്നില്ല, ആവശ്യത്തിന് കിട്ടുന്നില്ല, അതുപോലെ തന്നെ ശുചിമുറികൾ പണിമുടക്കി എന്ന വിധത്തിലുള്ളതായിരുന്നു. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം അത്തരത്തിലുള്ള വാർത്തകളാണ് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. അതായത് ശുചിമുറികളുടെ ടാങ്കുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞു, ശുദ്ധജലവും ഭക്ഷണവും ലഭിക്കുന്നില്ല. 5000-ഓളം നാവികർ വലിയ ഗതികേടിലാണ്. ഈ കഴിഞ്ഞ ദിവസം ഇതേ രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മരിക്കുന്നതാണ് നല്ലത് എന്ന് നാവികർ തീരുമാനിച്ചു. കപ്പലിന് മുകളിൽ നിന്ന് കടലിലേക്ക് എടുത്തു ചാടാൻ വരെ തയ്യാറായി എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്തായാലും വിവരങ്ങൾ പുറത്തു വന്നു നാണം കെട്ടതോടെ അമേരിക്ക ഇപ്പോൾ പുതിയ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു. USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലിനെ തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അത് കാലിഫോർണിയയിലെ ഹോം പോർട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. പകരം USS ജോർജ് വാഷിംഗ്ടൺ എന്ന് പറയുന്ന കപ്പലിനെ ഈ മേഖലയിൽ വിന്യസിക്കാനാണ് ഇപ്പോൾ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത്. ഈ കപ്പലാകട്ടെ നിലവിൽ ജപ്പാനിലാണ്. എന്തായാലും മറ്റു വഴികളില്ല. എല്ലാ കാര്യങ്ങളും ലോകം മുഴുവൻ അറിഞ്ഞു. ആകെ നാണക്കേടിലായി. സൈനികർ ജീവൻ ഒടുക്കാൻ വരെ തീരുമാനിച്ച സാഹചര്യത്തിലാണ് അമേരിക്കക്ക് തീരുമാനങ്ങളൊക്കെ മാറ്റേണ്ടി വന്നത്. 9 മാസമായി ഈ കപ്പൽ നടുക്കടലിലാണ്. നാവികർ യുദ്ധമുഖത്താണ്. 9 മാസമായി വിശ്രമമില്ല. അതുപോലെ തന്നെ സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയാത്ത വിഷയങ്ങൾ, മാനസിക സമ്മർദ്ദമൊക്കെ ഈ നാവികരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ശുദ്ധജലക്ഷാമവും അതുപോലെ തന്നെ ശുചിമുറികളുടെ പണിമുടക്കും ഉണ്ടാകുന്നത്. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഒരു ഗതികേടിൽ ആ രാജ്യം ഇപ്പോൾ പോയിരിക്കുന്നു എന്നതാണ് പുതിയ വാർത്തകളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റു പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഹോർമൂസിൽ UAEക്ക് കിട്ടിയ അടി തന്നെയാണ്. UAEയുടെ കപ്പലുകളെ ഇറാൻ അടിച്ചു തകർത്തു എന്നുള്ളതാണ് വാർത്ത. ട്രംപ് കഴിഞ്ഞ മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇവിടെ ഹോർമൂസ് അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് എന്ന് പ്രഖ്യാപിച്ചത്. ഇത് വിശ്വസിച്ചാണ് UAE ഹോർമൂസിലൂടെ കപ്പൽ കടത്തിവിടാനൊക്കെ ശ്രമിച്ചത്. എന്തായാലും ഈ കപ്പലുകൾക്ക് നേരെ ഇറാന്റെ വലിയ ആക്രമണം ഉണ്ടായി എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടെ ഈ ഒരു സമയത്ത് പുറത്തു വരുന്നുണ്ട്. റഷ്യയുടെ പ്രതിരോധ സംവിധാനങ്ങളിലേക്ക്, അത്തരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങളിലേക്ക് മാറാൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇറാന്റെ ഭാഗത്ത് നിന്ന് തലങ്ങും വിലങ്ങും അടികൊണ്ട് അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റവും അതുപോലെ തന്നെ റഡാർ സംവിധാനങ്ങളും ഒക്കെ താറുമാറായ സാഹചര്യത്തിലാണ് റഷ്യയുടെ S-400 മോഡലിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വിന്യസിക്കേണ്ടതിനെ കുറിച്ച് അമേരിക്ക ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നാണ് പുതിയ വാർത്ത. എന്തായാലും അമേരിക്കൻ സംവിധാനങ്ങൾ അത് കാലഹരണപ്പെട്ടു എന്നുള്ള ഒരു തിരിച്ചറിവ് ആ രാജ്യത്തിന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. ചില ആളുകളൊക്കെ ഇപ്പോഴും അമേരിക്കയാണ് വിജയിച്ചു നിൽക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും അമേരിക്ക ഇത്തരമൊരു ഗതികേടിലേക്ക് ഇതുവരെ പോയിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ന് പുറത്തു വന്ന വാർത്തകളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.